കേരളവും തമിഴ്നാടും ഇന്ന് രാഷ്ട്രീയത്തിൽ പുതിയൊരു മാറ്റം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, കേരളം UDF തൂക്കിയപ്പോൾ തമിഴ്നാട്ടിൽ ആദ്യമായി മത്സരിക്കുന്ന വിജയ് മുന്നിട്ട് നിൽക്കുകയാണ്. മുൻപ് ഭരിച്ചിരുന്ന DMKക്ക് വെറും 44 സീറ്റും ADMKക്ക് 60 സീറ്റും ഒക്കെ കിട്ടുമ്പോൾ വിജയ് ഒറ്റ പാർട്ടിയായിട്ട് നിന്ന് 112 സീറ്റുമായി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നു. മെയ് 4 മറ്റൊരു പ്രത്യേകത കൂടിയാണ് വിജയുടെ ജീവിതത്തിലുള്ളത്. വിജയും തൃഷയും തമ്മിലുള്ള ബന്ധമൊക്കെ എല്ലാവർക്കും അറിയാം. ആ തൃഷയുടെ പിറന്നാൾ ദിനം കൂടിയാണ്. ഇപ്പോഴേ വിജയുടെ വസതിയിൽ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. വിജയെ കാണാൻ തൃഷ നേരിട്ട് വിജയുടെ വസതിയിൽ തന്നെ എത്തുകയും ചെയ്തു. ഇതിന്റെ വീഡിയോകളടക്കം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. വിജയ്ക്ക് നേരിട്ട് ആശംസകൾ നേരാനാണ് തൃഷ എത്തുന്നത്. അതേസമയം തൃഷയ്ക്ക് പിറന്നാൾ സമ്മാനമായി തന്റെ വിജയം തന്നെ വിജയ് ആഘോഷിക്കുകയാണ്. സ്വന്തം ഭാര്യയായ സംഗീത തന്നെ വിജയ്ക്കെതിരെ രംഗത്ത് വന്നത് വിജയുടെ വോട്ട് കുറയ്ക്കാൻ വലിയ രീതിയിൽ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു പലർക്കും. തൃഷയും വിജയും തമ്മിലുള്ള ബന്ധം ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടപ്പോഴും വിജയ് ജയിക്കുമെന്ന് എല്ലാവരും എഴുതിയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഏകദേശം 60% വോട്ട് എണ്ണി തിട്ടപ്പെടുത്തിയപ്പോൾ വിജയ് മുന്നിട്ട് നിൽക്കുന്നത് 112 സീറ്റോടുകൂടിയാണ്. അതേസമയം മറ്റു പാർട്ടികളാവട്ടെ 44 50 സീറ്റുകളോടുകൂടി മാത്രം ഒതുങ്ങുന്നു. തമിഴ്നാട്ടിൽ മുൻപ് ആർക്കും ഉണ്ടാക്കാൻ പറ്റാത്ത അത്രയും ജനപിന്തുണയാണ് ഇത്തവണ നടൻ വിജയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ സന്തോഷത്തിലാണ് വിജയ് ആരാധകരും. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.